നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് VFAയുടെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് പല എക്സാമുകളുടെയും കോമൺ സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ മെയിൻ ടോപ്പിക്സും മാർക്ക് ഡിവിഷനും ഒക്കെ നമുക്ക് നോക്കാം. ഈ ഒരു സിലബസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുക്കുന്നതാണ്. ഏതൊക്കെ ബുക്സ് ആണ് റെഫർ ചെയ്യേണ്ടത് എന്നും ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. കാറ്റഗറി നമ്പർ 571/2025. അപ്പോൾ ഇതിന്റെ പരീക്ഷ നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 19 ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ടോപ്പിക്സ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പൊതുവിജ്ഞാനത്തിൽ തന്നെ കുറേ ടോപ്പിക്സ്, ഇവിടെ ഒരു 11 ടോപ്പിക്സ് വരുന്നുണ്ട്. പിന്നെ ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, ഇത്രയും 10 മാർക്കാണ് വരുന്നത്. ഇനി ജനറൽ ഇംഗ്ലീഷ് വരുന്ന 10 മാർക്കാണ്. പ്രാദേശിക ഭാഷകൾ മലയാളം, കന്നഡ, തമിഴ് ഇതിൽ ചൂസ് ചെയ്യാൻ സാധിക്കും. മലയാളം ആണെങ്കിൽ മലയാളം ഗ്രാമർ ആയിട്ടുള്ള വ്യാകരണവും സംബന്ധമായ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ 10 മാർക്കാണ് വരുന്നത്. അപ്പം അങ്ങനെ 50 മാർക്കിനാണ് ഈ ഒരു പോർഷൻസ്, 50 മാർക്ക് വരും. അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ് എത്ര മാർക്ക് വരുന്നത്? 50 മാർക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വേറെ പല സിലബസുകളും ഡിസ്കസ് ചെയ്തപ്പോഴും ഈ ടോപ്പിക്കുകളെല്ലാം തന്നെ സിമിലർ ആയിട്ട് പല ഇടത്തും വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു വെയിറ്റേജ് ആണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ GKയിൽ ഇതിന് 50 മാർക്സ് ഉണ്ട്. അതുപോലെ ബാക്കി എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് 50 മാർക്സ് ആണ്. കൂടാതെ കറണ്ട് അഫയേഴ്സിന് 20 മാർക്കാണ്. പ്രത്യേകം ഓർക്കുക. ജനറൽ ഇംഗ്ലീഷും മലയാളവും പ്രത്യേകം ഉണ്ട്. ഇനി മാത്സും റീസണിങ് രണ്ടും കൂടി ചേർത്തിട്ട് 10 മാർക്കാണ് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് പൊതുവിജ്ഞാനത്തിൽ തന്നെ എങ്ങനെയാണ് സ്പ്ലിറ്റ് അപ്പ് എന്ന് നോക്കാം. അപ്പോൾ ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും, അതിനെല്ലാത്തിനും എത്ര മാർക്കാണ്? 5 മാർക്ക് വീതമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ 25 മാർക്കായി. ഇനി ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം, അതിനെത്ര മാർക്കാണ്? 6 മാർക്കാണ്. ഭൗതിക ശാസ്ത്രത്തിനും രസതന്ത്രത്തിനും രണ്ടിനും 3 മാർക്ക് വീതമാണ് വരുന്നത്. കല, കായികം, സാഹിത്യം, സംസ്കാരം അതിന് 5 മാർക്ക്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരത്തിന് 3 മാർക്ക്. സുപ്രധാന നിയമങ്ങൾ, ഇപ്പം എല്ലാത്തിലും തന്നെ ഈ സുപ്രധാന നിയമങ്ങളുണ്ട്. അപ്പോൾ സുപ്രധാന നിയമങ്ങൾക്ക് 5 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിൻ ടോപ്പിക്സും അതുപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും. അപ്പോൾ മെയിനായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെ ടോപ്പിക്കിനാണ് വെയിറ്റേജ് കൂടുതൽ എന്നൊക്കെ. അപ്പോൾ ഈ PDF ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ വെയിറ്റേജ് കൂടുതലുള്ള ടോപ്പിക്സ് കൂടുതൽ നന്നായി പഠിക്കാനായിട്ട് ശ്രമിക്കണം. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം തന്നെ പൊതുവിജ്ഞാനം GKയിൽ നമുക്ക് എന്തൊക്കെയാണ്? ചരിത്രം 5 മാർക്ക്. അപ്പോൾ ചരിത്രത്തിൽ തന്നെയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്താണ്? കേരളത്തിൻ്റെ ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം, ലോകചരിത്രത്തിൽ നമുക്കറിയാം കുറേ വിപ്ലവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം, 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിൽ പഠിക്കാനുണ്ട്. അടുത്തതാണ് ഭൂമിശാസ്ത്രത്തിൽ എത്രയാണ്? 5 മാർക്കാണ് വരുന്നത്. അതിൽ ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ കുറേ പഠിക്കാനുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ജോഗ്രഫി, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം പഠിക്കണം. അടുത്തത് എക്കണോമിക്സ് അഥവാ ധനതത്വശാസ്ത്രം വരുന്നു. അതിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിന് അതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നും, പുതിയ സ്ഥാപനങ്ങൾ, പുതിയ ഓരോ നയങ്ങൾ ഒക്കെയാണ് പഠിക്കാനുള്ളത്. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഹരിത വിപ്ലവം, അതിനെപ്പറ്റിയൊക്കെ പഠിക്കാനുണ്ട്. ഇനി ഇന്ത്യൻ ഭരണഘടനയാണെങ്കിലും 5 മാർക്കിന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളെപ്പോഴും തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലിക അവകാശം, നിർദ്ദേശക തത്വം, മൗലിക കടമകൾ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞിട്ട് 42, 44, 52, 73, 74, 86, 91 ഇത് ഇത്രയും എന്തായാലും പഠിക്കണം. എന്നിട്ട് വേണം മറ്റതിലേക്ക് ഇത് പഠിക്കാനായിട്ട്. അപ്പോൾ മറ്റുള്ളതും ചോദിക്കാൻ സാധ്യതയുണ്ട്, അതാണ്. ഇനി കേരളം, ഭരണവും ഭരണ സംവിധാനവും. ഇപ്പം കേരളത്തിൻ്റെ ഭരണ സംവിധാനം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതിന് 5 മാർക്കാണ് അതിനും വരുന്നത്. ഇനി ജീവശാസ്ത്രം എന്ന് പറയുമ്പോൾ എപ്പോഴും ചോദിക്കുന്നതാണ് രോഗങ്ങളെ പറ്റിയിട്ടും അതുപോലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും, അങ്ങനെ പ്രധാനപ്പെട്ട ഒരു 7 ടോപ്പിക്സ് ഉണ്ട്. 6 മാർക്കാണ് ഇതിന് വരുന്നത്. ഭൗതിക ശാസ്ത്രത്തിന് 3 മാർക്കാണ്. അതിൽ തന്നെ ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ എന്താണ്? ദ്രവ്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അളവുകൾ, തോതുകൾ, ചലനം, പ്രകാശം, ശബ്ദം, ബലം, ഗുരുത്വാകർഷണം, അതുപോലെ താപം, പ്രവൃത്തി, ഊർജം, പവർ, ഇത്രയും കാര്യങ്ങൾ 8 ടോപ്പിക്കുകളാണ് ഫിസിക്സിൽ വരുന്നത്.
ഇപ്പോൾ രസതന്ത്രമാണെങ്കിൽ കെമിസ്ട്രി ആണെങ്കിൽ 3 മാർക്കാണ്. ആദ്യം ആറ്റം, മൂലകങ്ങൾ, ലോഹങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ കലാ, കായികം, സാഹിത്യം. കലയാണെങ്കിൽ നമുക്കറിയാം പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ, അതുമായിട്ട് പ്രശസ്തമായ സ്ഥലങ്ങളും വ്യക്തികളും സ്ഥാപനങ്ങളും കലാകാരന്മാരും ഒക്കെ വരുന്നുണ്ട്, എഴുത്തുകാർ വരുന്നുണ്ട്. കായികമാണെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികൾ വരുന്നുണ്ട്, അവാർഡുകൾ വരുന്നുണ്ട്, പ്രധാന കായിക ഇനങ്ങൾ, അതുപോലെ ഒളിമ്പിക്സ്, നാഷണൽ ഗെയിംസ് വരുന്നുണ്ട്, ഏഷ്യൻ ഗെയിംസ് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ വേദികൾ, രാജ്യങ്ങൾ, ഏത് രാജ്യത്തിനാണ് ഏറ്റവും കൂടുതൽ സ്വർണം ലഭിച്ചത്, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇന്ത്യ നേടിയത് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. അതിനെ വെച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സും ചോദിക്കും. ഇനി സാഹിത്യമാണെങ്കിൽ അറിയാലോ ഏതൊക്കെയാണ് സാഹിത്യ പ്രസ്ഥാനത്തിലെ പ്രധാന കൃതികൾ, എഴുത്തുകാരും, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, കഥാപാത്രങ്ങൾ, ഇതിൻ്റെയൊക്കെ നമ്മൾ ക്ലാസ്സുകൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കി സെർച്ച് ചെയ്ത് കിട്ടാവുന്നതാണ്. ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, അതിന് ലിങ്ക് തരാം. പുതുതായിട്ടൊരു സീരീസ് ആരംഭിക്കുമ്പോൾ നമ്മളൊരു എക്സാമിനെ ബേസ് ചെയ്തിട്ടോ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടോ ചെയ്യുന്നതാണ്. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന പുതിയ ഒരു പ്ലേലിസ്റ്റിൽ ഇതെല്ലാം ആഡ് ചെയ്യുന്നതായിരിക്കും. ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, അതൊക്കെ നമ്മൾ പറഞ്ഞു. സിനിമ, ഇതെല്ലാം വരുന്നുണ്ട്. സംസ്കാരമാണെങ്കിൽ ആഘോഷങ്ങളും ബന്ധപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ, അതുപോലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങളൊക്കെ വരുന്നു. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരം വരുമ്പോൾ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. എപ്പോഴും തന്നെ ഇതിൻ്റെ ആ ഒരു 3 മാർക്ക് കിട്ടാൻ പാകത്തിനാണ് ചോദ്യങ്ങൾ വരാറ്. ഇൻ്റർനെറ്റ്, സൈബർ ക്രൈം ആൻഡ് സൈബർ ലോ. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതെന്ന്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. സുപ്രധാന നിയമങ്ങളുണ്ട്, അതാണ് ഒരു 5 മാർക്കിന് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ എന്തായാലും പഠിക്കേണ്ട നിയമങ്ങളാണ്. ഒരു കാര്യങ്ങൾ നോക്കുക. അതിൽ വരുന്ന മെയിനായിട്ടും റൈറ്റ് ടു ഇൻഫോർമേഷനും കൺസ്യൂമർ പ്രൊട്ടക്ഷനും, അതുപോലെ തന്നെ വൾണറബിൾ സെക്ഷൻസിൻ്റെ പ്രൊട്ടക്ഷനും, അതുപോലെ പ്രൊട്ടക്ഷൻ സേഫ് ഗാർഡിങ് ഓഫ് വുമനും ചിൽഡ്രനും ഒക്കെ വരുന്നുണ്ട്. ആനുകാലിക വിഷയങ്ങൾ, ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനെയും സംബന്ധിച്ചിട്ടുള്ള എന്തിനെ പറ്റിയുള്ള കറണ്ട് അഫയേഴ്സ് ചോദിക്കാം. ഒരു വർഷത്തിലുള്ള കറണ്ട് അഫയേഴ്സ് നോക്കുക. ലഘുഗണിതവും മാനസിക ശേഷിയും എന്ന് പറയുമ്പോൾ ലഘുഗണിതത്തിന് 5 മാർക്കാണ്. അതിൽ നമ്മൾ മാത്സിന് വരുന്ന എല്ലാ കാര്യങ്ങളും തന്നെ, അതൊക്കെ കോമൺ കാര്യങ്ങളാണ്. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ നോക്കുക. ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് വായിക്കുന്നില്ല. മാനസിക ശേഷിയും നിരീക്ഷണ പാഠപരിശോധനയ്ക്ക് 5 മാർക്ക് പറഞ്ഞു. ജനറൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമറിന് 5 മാർക്കും വൊക്കാബുലറിക്ക് വീണ്ടും 5 മാർക്കാണ്. പ്രാദേശിക ഭാഷകൾ, ഇപ്പോൾ മലയാളം ആണെങ്കിൽ മൊത്തത്തിൽ 10 മാർക്കാണ് വരുന്നത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം. അപ്പോൾ നേരത്തെ ഇതിലും കൂടുതൽ ടോപ്പിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഇത് കൺസൈസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 10 മാർക്കാണ് ഈ ഒരു മലയാളത്തിൽ വരുന്നത്. അപ്പോൾ ഇതിനെ വെച്ചിട്ടുള്ള ക്ലാസ്സുകളും നമ്മൾ മലയാളം ഗ്രാമറിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ ഈ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും അതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും ഇതിൻ്റെ പ്ലേലിസ്റ്റും അതുപോലെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു കാർഡായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ടോപ്പിൽ കാണാം, ഡൗൺലോഡ് PDF എന്ന് കാണുവാണെങ്കിൽ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതിന് വേണ്ട ബുക്സുകൾ ടാഗ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ താഴെ ലിങ്കായിട്ടും കൊടുക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലുമാണ് താഴെ കൊടുക്കുന്നതെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിലബസ് മറ്റുള്ളവരിലേക്കും ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ ഫോളോ ചെയ്ത് കൂടുതൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.